Hey guys, welcome back to channel. This is KP Question Max. So, in we discuss the second semester BBA Financial Accounting 2020 second question paper. Part A is 2 mark question and first questions in important questions. എന്താണ് ledger? Video full ആയിട്ട് കാണാൻ ശ്രമിക്കുക. Important questions പറയുന്നുണ്ട്. And the second one, realization concept പറഞ്ഞാൽ എന്താണെന്ന് എഴുതി കൊടുക്കുക. And the third one, and trading account എന്താണ്? And the fourth one, accounting, it's an important question. And the fifth one is accrued income എന്താണ്? It's also an important question. And sixth one, nominal capital അല്ലെങ്കിൽ share capital authorized പറഞ്ഞാൽ എന്താണ്? And the seventh one, real accounting പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കുക. And the eighth one, എന്താണ് debenture? And the ninth one, pro rate allotment പറഞ്ഞാൽ എന്താണ്? And the tenth one, അക്കൗണ്ടിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിങ്സ് ഏതെങ്കിലും 4 എഴുതി കൊടുക്കുക. ആൻഡ് ദ 11th വൺ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിന് എന്താണെന്ന് എഴുതി കൊടുക്കുക. ആൻഡ് ദ 12th വൺ ഹയർ പർച്ചേസ് സിസ്റ്റം എന്താണ് എഴുതി കൊടുക്കുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ 13th വൺ കാൾ ഇൻ അരിയേഴ്സ് പറഞ്ഞാൽ എന്താണ്. ആൻഡ് ദ 14th വൺ ബോണസ് ഷെയറിനെ കുറിച്ച് എഴുതി കൊടുക്കുക. ആൻഡ് ദ 15th വൺ ഇസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുമ്പോൾ പാർട്ട് ബി 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. സിക്സ്റ്റീൻത് വൺ ABC പറഞ്ഞൊരു ട്രേഡിംഗ് കമ്പനി ഉണ്ട് മംഗ്ലൂരിൽ. ആ മംഗ്ലൂരിൽ ഒരു ബ്രാഞ്ചാണ് LTD ബാംഗ്ലൂർ. ഓക്കെ, ഈ ഹെഡ് ഓഫീസ് എല്ലാ എക്സ്പെൻസും പേ ചെയ്യും എക്സെപ്റ്റ് പിറ്റി എക്സ്പെൻസ് എക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും ഈ ഹെഡ് ഓഫീസ് പേ ചെയ്യും. ഈ ബ്രാഞ്ചിൽ കിട്ടുന്ന റിസീവാണ് എല്ലാ ക്യാഷസും ഓരോ ദിവസവും ഹെഡ് ഓഫീസിലോട്ട് അയച്ചു കൊടുക്കും. ഈ താഴെ കൊടുത്തിരിക്കുന്നത് 31st December 2021 ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ ഓഫീസ് ബുക്സിലുള്ള മംഗളൂർ ബ്രാഞ്ച് അക്കൗണ്ടിനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് 16th ക്വസ്റ്റ്യൻ. 17th വൺ ഒരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നിന്ന് ദീപിക പറഞ്ഞൊരു ഗേൾ പ്രിന്ററിനെ പർച്ചേസ് ചെയ്തു. അതിനെ പേ ചെയ്യുന്നത് 3200 ആണ്. അങ്ങനെ ഓരോ വർഷവും കുറച്ച് കെട്ടിക്കൊടുത്തു. അതിൽ ആദ്യത്തെ വർഷം 1600 രണ്ടാമത്തെ വർഷത്തിൽ 1200 ആൻഡ് ദ എൻഡ് തേർഡ് ഇയറിൽ 2800 കെട്ടിക്കൊടുത്തു. അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് പറയുന്നത് 10% ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഉള്ള പ്രൈസും ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. 18th വൺ അക്കൗണ്ടിങ് പ്രോസസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സൈക്കിളിൽ ഇൻവോൾവ് ആവുന്ന സ്റ്റെപ്സിനെ കുറിച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 19th വൺ എയും ബി ഒരു പാർട്ട്നേഴ്സ് ആണ്. അവർ രണ്ടുപേരും കൂടി പ്രോഫിറ്റിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ പറയുന്നത് 3:1. മൂന്നാമതായിട്ട് ഒരാൾ വരുന്നത് ദാറ്റ് ഈസ് സി. അയാൾ 8 ഒരു ഭാഗം അയാൾക്ക് പ്രോഫിറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കും എന്ന് കണ്ടെത്തി കൊടുക്കുക. 20th വൺ ഡിപ്റ്റേഴ്സ് പറയുന്നത് 60,000 ബാഡ് ഡിബറ്റ്സ് പറയുന്നത് 600 ആണെങ്കിൽ ഈ ബാഡ് ഡിബറ്റ്സിൻ്റെ പ്രൊഫിഷൻ എന്ന് പറയുന്നത് ഡിബറ്റേഴ്സിൻ്റെ 10% ആണ്. അതേപോലെ ഡിപ്റ്റേഴ്സിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 4% ആണ്. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ പ്രൊഫിഷൻ ഫോർ ഡിസ്കൗണ്ട് എമൗണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് 21 ഡിബെഞ്ചേഴ്സും ഷെയറും തമ്മിലുള്ള ഡിഫറൻസിനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 22 MMLTD ഒരു 7500 ഇഷ്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷനെ ഇൻവൈറ്റ് ചെയ്തു. അതിൽ ഡിബെഞ്ചർ പറയുന്നത് 12% ആണ് 100 രൂപയ്ക്ക്. ആ ഓരോ 100 രൂപത്തിന് പ്രീമിയം പറയുന്നത് 35 rupees പെർ ഡിബെഞ്ചേഴ്സ്. അപ്ലിക്കേഷനിൽ എല്ലാ എമൗണ്ടും പേയബിൾ ആയിരിക്കണം. അതുപോലെ 10,000 ഡിബെഞ്ചേഴ്സും റിസീവ് ആയിരിക്കണം ആ ആപ്ലിക്കേഷനിൽ. പ്രോ റേറ്റിൽ എല്ലാ ആപ്ലിക്കേഷനും ഉണ്ടാക്കിയിരിക്കുന്നത് അലോട്ട്മെൻറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ എബൌട്ട് ട്രാൻസിഷനുള്ള പാസ് നെസസറി ജേർണൽ എൻട്രീസിനെ എഴുതി കൊടുക്കുക. 23 താഴെ കൊടുത്തിട്ടുള്ള ഫോളോയിങ് ഇതിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസിനെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വി ആർ മൂവ് ടു ദ പാർട്ട് സി. പാർട്ട് സി പറയുന്നത് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കാറുള്ളതെല്ലാം. ആൻഡ് 24 പറയുന്നത് ഗുഡ് വിൽ പറഞ്ഞാൽ എന്താണെന്നും ഗുഡ് വില്ലിൻ്റെ വേരിയസ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 25 എന്ന് പറയുന്നത് ട്രേഡിങ്ങും പ്രോഫിറ്റും ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഈ 4 കാര്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നതിന് ഉണ്ടാക്കി കൊടുക്കുക.
26 എന്ന് പറയുന്നത് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, നെയിം അരുൺ ആൻഡ് വരുൺ. ഈ രണ്ടുപേരും പ്രോഫിറ്റിനെ ഷെയർ ചെയ്യും. ഇവരുടെ ലോസ് എന്ന് പറയുന്ന റേഷ്യോ 3:2. ഇവരുടെ ഓരോ ആളുടെ ക്യാപിറ്റൽ പറയുന്നത് ഒരാളുടെ 1,20,000 ഇന്നൊരാളുടെ 80,000. ഏത് വരെ 2021 ജാനുവരി 1 വരെയുള്ള ക്യാപിറ്റൽസും. ഇവരുടെ പ്രോഫിറ്റ് പറയണത് ആ ഇയറിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹60,000 ആണ്. ഇവരുടെ പാർട്ട്ണർഷിപ്പ് ഡീൽ അനുസരിച്ച് രണ്ടുപേർക്കും സാലറി ആയിട്ട് 2,000 അതുപോലെ ക്യാപിറ്റൽ അനുസരിച്ച് 5% ഇൻട്രസ്റ്റുമാണ്. ഇവരുടെ അത് മാത്രമല്ലാതെ ഇവർ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ചാർജസും ഉണ്ട്. അതായത് അതിന് ഇൻട്രസ്റ്റ് പറയുന്നത് 5%. അതിൽ അരുണിന് 24,000 വരുണിന് 16,000. അങ്ങനെയാണെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഇവരുടെ പാർട്ട്നേഴ്സ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 27, ABC Ltdന് ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട് ഓഫ് 10 lakh ഷെയർസും അതിൻ്റെ വർത്ത് പറയുന്നത് ₹10 ഈച്ച്. ഈ കമ്പനി ഇക്വിറ്റി ഇഷ്യൂ ചെയ്ത് ദാറ്റ് ഈസ് 1 lakh. അതിന് ഷെയർ ഓഫ് ₹10 ഈച്ച് ആൻഡ് ഡിസ്കൗണ്ട് പറയുന്നത് ഓരോ ഷെയർക്കും ₹2. ഈ എമൗണ്ട് ഒക്കെ പേയബിൾ ആയിരുന്നു. അപ്ലിക്കേഷന് ₹2, അലോട്ട്മെന്റിന് ₹3, കോളിന് ₹3. എല്ലാ മോൺസ് ഡ്യൂസും റിസീവ് ചെയ്തിട്ടുണ്ട്. ഏതൊഴികെ അലോട്ട്മെന്റ് മോൺസ് ഫോർ ₹2,000 ഷെയർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജേർണൽ എൻട്രീസിനെ കാണിച്ചു കൊടുക്കുക. ഇതാണ് സെക്കൻഡ് സെമ്മിയുടെ BBAയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ. 2023-21 ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതേ ചാനലിൽ പോസ്റ്റ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.